ഡെമോക്രസിയിലേക്ക് വീണ്ടും പുതുവത്സരം തുടങ്ങാൻ ദിവസങ്ങൾ മാത്രം ശേഷിക്കെയാണ് കെ മുരളീധരൻ കെ കരുണാകരൻ അനുസ്മരണ സമ്മേളനത്തിൽ ഇപ്പോഴത്തെ പ്രതിപക്ഷം ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും എന്ന് പറയാതെ പറഞ്ഞത്. പക്ഷേ അപ്പോൾ പഴയൊരു പുതുവത്സരകാലം ഓർമ്മ വരികയാണ്. 17 വർഷം മുമ്പുള്ള ഒരു പുതുവർഷകാലം. എറണാകുളത്ത് നടന്ന KSU സംസ്ഥാന കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് നവവത്സര സന്ദേശം നൽകുകയായിരുന്നു മുരളീധരൻ. കേരളത്തിൽ KSU ഇന്നും ശക്തമാണ് എന്ന് തെളിയിച്ചുകൊണ്ട് പഴയകാല പ്രതാപം വീണ്ടെടുത്ത് ശക്തമായി മുന്നോട്ട് പോകാൻ ഈ കൺവെൻഷൻ KSUവിന് സഹായകരമാകട്ടെ എന്ന് ഞാൻ ആശംസിക്കാം. അതോടൊപ്പം എൻ്റെ സുഹൃത്തുക്കൾക്ക് മുഴുവൻ നവവത്സര ആശംസകൾ നേരുകയാണ്. 2003 ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും വർഷമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു. പ്രിയമുള്ളവരെ, ഇത് KSUവിന്റെ കൺവെൻഷനാണ്. പുനഃസംഘടന സംബന്ധിച്ച വിഷയം നമ്മുടെ പാർട്ടിയിൽ ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. പ്രിയമുള്ള KSU പുനഃസംഘടനയാണ്. ഇതിന്റെ സംഘാടകർ ഈ കൺവെൻഷൻ നടത്താൻ പ്രാപ്തരാണ്. കയ്യേറ്റവുമായി വരാൻ ഏതെങ്കിലും KSUവിൽ ശ്രമിച്ചാൽ അത് നേരിടാൻ സംഘടന ശേഷിയില്ല. നിങ്ങളെല്ലാവരോടും ഇരുന്നോ, ഒരു കുഴപ്പമില്ല, ധൈര്യമായിട്ട് ഇരുന്നോളൂടെ, മറ്റൊന്നും ശ്രദ്ധിക്കേണ്ട, എല്ലാവരും സീറ്റ് കണ്ടിരിക്കുക. KSU പ്രസ്ഥാനം ശക്തമായി മുന്നോട്ട് പോകും. KSUവിന്റെ പ്രവർത്തനം, കോൺഗ്രസിന്റെ പ്രവർത്തനം കേരളത്തിൽ ശക്തമാണ് എന്ന് തെളിയിക്കാൻ ഈ കൺവെൻഷൻ സഹായിക്കും എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്കാർക്കും ഒരു സംശയവും വേണ്ട. ഇതുപോലുള്ള KSUവിനെ ശക്തിപ്പെടുത്തുന്ന കൺവെൻഷനുകൾ സംഘാടക സമിതി വളരെ പ്രയാസപ്പെട്ട് സംസ്ഥാന പ്രസിഡന്റ് തന്നെ കേരളം മുഴുവൻ ഓടി നടന്ന് വളരെ നല്ല രീതിയിൽ കേരളത്തിൽ KSU ശക്തമാണ് എന്ന് തെളിയിച്ച ഈ കൺവെൻഷൻ എല്ലാവരും പേടിപ്പിക്കാൻ വേണ്ട അഭ്യാസം ഇവിടെ നടക്കില്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇതൊന്നും കണ്ട് നാളെ വരുന്ന ചില റിപ്പോർട്ടുകൾ കണ്ട് നിങ്ങളാരും പേടിക്കണ്ട. നിങ്ങളോടൊപ്പം കേരളത്തിലെ ജനങ്ങളുണ്ട്, നിങ്ങളോടൊപ്പം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉണ്ട് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ കൺവെൻഷൻ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നു. നിങ്ങൾക്ക് നമസ്കാരം. ജയ് ഭാരത്, ജയ് കോൺഗ്രസ്. നേതാക്കൾ പറയുന്നതൊന്ന്, ഗ്രൂപ്പ് തിരിഞ്ഞ് അണികൾ കേൾക്കുന്നതൊന്ന് എന്ന ആ അവസ്ഥയിൽ നിന്ന് ഈ മധുര 17 വർഷങ്ങൾ കൊണ്ട് ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല എന്നതിനാൽ ഇടവേള കഴിഞ്ഞ് തിരിച്ചെത്താം. അപ്പോൾ കാത്തിരിക്കുന്നത് സ്വർഗത്തിലോ നരകത്തിലോ ഇരുന്ന് AK ആന്റണിയോട് കരുണാകരൻ പറയാൻ സാധ്യതയുള്ള ചില വാക്കുകളാണ്. ഇടവേളയ്ക്ക് ശേഷം മറ്റുള്ളവർ എന്നെ ആക്ഷേപിക്കുമ്പോൾ അവരുടെ കൂടെ കരുണാകരൻ കൂടി ഞാൻ അറിഞ്ഞില്ല ഇതൊന്നും, ഞാൻ മൂത്രമൊഴിക്കാൻ പോയപ്പോൾ ആന്റണി പറഞ്ഞതാണെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ ചെയ്യുന്ന പരസ്യമായിട്ട് ഈ പറഞ്ഞ ചില ആളുകളുടെ മാതിരി രാത്രി കൂടിക്കാഴ്ചയും തീരുമാനവും ഷെയറും പാർട്ടിയും എനിക്ക് ഞാൻ തെളിവ് കൊടുക്കും.